നൂഹ് നബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ആ നാട്ടക്കുറ്റി ഉണ്ടാക്കി കൊടുത്തവർ വിഗ്രഹം കൊണ്ടുവന്നു വെച്ച അംർ ബിൻ ലുഹയ്യ് എന്ത് പണിയാണോ ചെയ്തത്, അതേ പണിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. മൂപ്പരിത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് അറേബ്യയിലേക്ക് ബിംബം കടത്തിക്കൊണ്ടുവന്നവൻ ചെയ്ത പണി ഏതോ അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ചെയ്തത്. എടോ, ഈ ബിംബാരാധകനെ കൂട്ടിയല്ലേ സംവാദത്തിന് നടന്നിരുന്നത്? ഈ മുശരിക്കിനെ കൂട്ടിയല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നിരുന്നത്? അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കിതാബ് നോക്കി അദ്ദേഹം പറയുന്നത് കാതോർത്തിരുന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടുന്ന വിജ്ഞാനം നുകർന്ന് ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. അതാണ് അബ്ദുൽ ജബ്ബാർ മൗലവി, നടൂരിരിക്കുന്ന വയസ്സൻ. സുന്നി സംവാദങ്ങളിലൊക്കെ ഉണ്ടാവും. തോറ്റ് കഴിഞ്ഞാൽ മൂപ്പരാ മുണ്ടോട് തലയിലാണ് കിട്ടും. തോറ്റാൽ അങ്ങനെ. അപ്പുറത്ത് കണ്ടോ, ഇപ്പുറത്ത് ഹനീഫ കായക്കൊടി, അപ്പുറത്ത് അനസ് മൗലവി. രണ്ടുപേർ താടൊക്കെ കൈയോടുത്തിരിക്കുന്നത് ഹനീഫ മൗലവി, മറ്റൊരു അനസ് മൗലവി. ഇയാള് പറയുന്ന ദുർവ്യാഖ്യാനം രണ്ടാളും സൂക്ഷ്മമായിരുന്ന് പഠിക്കാണ്. ആ ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദിനെ കുറിച്ചാണ് ഹനീഫ മൗലവി പറഞ്ഞത്. ബിംബാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ബിംബം കൊണ്ടുവന്നു വെച്ച അംർ ബിൻ ലുഅയ്യിനെ പോലെയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി. എങ്ങനെയുണ്ട് കാഫിറാക്കല്? അതല്ലേ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സംഗതി. നോക്കി പറയട്ടെ, ബാക്കി പറയട്ടെ. ഇപ്പൊ അദ്ദേഹത്തെ തള്ളി പറയുകയാണ്. നന്ദി കെട്ടവരെ, നിങ്ങളല്ലേ ഇത് പറയൂ. ആലുവാ സംവാദം കഴിഞ്ഞ് ഇല്ലത്താനിയിൽ കുടുങ്ങി അവസാനം ഒതുക്കുകൽ വിശദീകരണം ഉണ്ടാക്കാൻ വേണ്ടി മൗലവിയുടെ വീട്ടിൽ വന്നു താമസിച്ചിട്ട് അന്ന് ഹനീഫ പറയാണ്, അതിലെവിടെ അല്ലെങ്കിൽ മൗലവി ശിർക്ക്? നിങ്ങളാ എഴുതിയിലെവിടെ ശിർക്ക്? അതിന് ശിർക്ക് ഉണ്ട് ആരെങ്കിലും പറഞ്ഞോ? എന്നായിരുന്നു അന്നത്തെ ഹനീഫയുടെ ശിർക്ക് തൗഹീദ്? 2012 അത് ശിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. പരസ്പരം മുശ്രിക്കും കാഫിറുമാക്കുന്നു. മുജാഹിദ് സംഘം, ആ മുജാഹിദ് സംഘത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്താ? ഈ കാഫിറാക്കലും മുശ്രിക്കാക്കലുമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് എന്താ? മുജാഹിദ് പ്രസ്ഥാനം ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നവരാണ്, മുശ്രിക്കാക്കുന്നവരാണെന്ന് സുന്നികൾ പറയാറുണ്ട്. ഇന്നിപ്പോ അവിടുന്ന് വിട്ടു. ലോക മുസ്ലിങ്ങളെ മാത്രല്ല, ലോക ഇമാമുകളെയും മുജാഹിദുകൾ മുശ്രിക്കാക്കുന്നു. നമ്മള് പറയല്ല, മുജാഹിദ് ബാലുശ്ശേരിയാ പറയുന്നത്. കേട്ടോളൂ, അയാൾ പറയട്ടെ. നടക്കുന്നതോ അതുകൂടി കേട്ടോളി. ആരാണ് ജനങ്ങളെ ശിർക്കിൽ ഉറപ്പിച്ചു നിർത്തിയെന്ന് കേട്ടോളി. ചിന്തിക്കുന്നവര് കേട്ടോളി. മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിലൂടെ ഉണ്ടായതെന്താ? സാധാരണ സമസ്തക്കാരായ പണ്ഡിതന്മാര് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവര് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നവരാണ്. നാളിതുവരെ ഇത് പറഞ്ഞതിന് ഒരു തെളിവില്ലായിരുന്നു. പക്ഷേ രണ്ട് മഹാന്മാര് തെളിവാട്ട് കൊടുത്ത് ലോക മുസ്ലിമീങ്ങളെ മാത്രല്ല, ലോകത്തിന്റെ ഇമാമുമാരെ ഞങ്ങൾ മുശ്രിക്കാക്കും വിടൂല. അപ്പൊ എന്തുണ്ടായി? നൗഷാദ് ഒരൊറ്റ തക്ബീറ മതി, മുതലായി. ഇനി കുറെ സമസ്തക്കാരെ മുജാഹിദാക്കാതെ ഞങ്ങളെ ശിർക്കിൽ ഉറപ്പിച്ചത് കിട്ടിപ്പോയി നിധി. എന്താ ഉണ്ടായത്? പിന്നെ അവര് ചോദിച്ചു തുടങ്ങി. നാടൻ മനുഷ്യന്മാരോടൊക്കെ അവർ ചോദിച്ചു തുടങ്ങി. എന്താ ചോദിച്ചത്? എല്ലാരും മനസ്സിലാക്കി എന്താ ചോദിച്ചത്? അവർ ചോദിച്ചു, ജനങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന മുജാഹിദുകൾ പാരിയാ മുശ്രിക്കാക്കി കേട്ടോളി. ഇതാ കായ്ക്കൊടിക്കാരൻ ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ, ഇമാം നവവിയെ, ഇമാം ഷൗഖാനിയെ, ഈ മഹാ ഇമാമുമാരെ മുശ്രിക്കാക്കുന്ന ഇവർക്ക് നമ്മളെ മുശ്രിക്കാക്കിക്കൂടെ? അപ്പൊ നാട്ടുകാരെന്താ ചിന്തിക്കുക? ലോക നേതാക്കന്മാരെ മുശ്രിക്കാക്കുന്നവര് നമ്മളെ മുശ്രിക്കാക്കിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലോക ഇമാമുമാരെ നിന്ന റൂട്ടിൽ നിൽക്കുക. കണ്ട, ലോക ഇമാമുകളെ വരെ മുശ്രിക്കാക്കാൻ തുടങ്ങിയെന്ന് മുജാഹിദുകളാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ തൗഹീദും ശിർക്കും തീരുമാനിച്ച് വിവരിച്ചു കൊടുക്കേണ്ടത് ഏതാ? ഇവരുടെ പണ്ഡിത സഭയാണ് ജംഇയ്യത്തുൽ ഉലമ. ജംഇയ്യത്തുൽ ഉലമ ചെയ്തത് എന്താണെന്നറിയോ? ശിർക്കല്ലാത്ത കാര്യം ശിർക്കാക്കി പ്രഖ്യാപിച്ചു. അങ്ങനെ അവരും മുശ്രിക്കായി. ഞാൻ പറയല്ല, മുജാഹിദ് ബാലുശ്ശേരിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. കേട്ടോളൂ, അയാൾ പറയട്ടെ. ജംഇയ്യത്തുൽ ഉലമ മുശ്രിക്കാക്കി, അവര് മുശ്രിക്കാവും ചെയ്യുന്നു. എന്തുകൊണ്ട് ജംഇയ്യത്തുൽ ഉലമ വിമർശിക്കപ്പെടുന്നു? അറിവില്ലാത്തവർ മുന്നിൽ വെച്ച് ഒരു പ്രധാനമായ വിധി മാറ്റിത്തിരുത്തി ശിർക്കല്ലാത്ത ശിർക്കാക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അള്ളാഹ് ശിർക്കാക്കാത്തൊരു കാര്യം ശിർക്കാക്കിയാലേ അള്ളാഹ് പങ്കേർക്കലാതെ. ഇത്തഖദു അഖ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ എന്ന സുന്നികളെ എതിരിൽ ഓതിയിരുന്ന ആയത്താണ് ഇപ്പോ ഓതുന്നതാരാ? നേരെ മറ്റേ ഗ്രൂപ്പില് മുജാഹിദുകളെ ഓതി ആയത്ത് ഓതി മുശ്രിക്കാക്കുക. വരട്ടെ. സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്ത് അമാനി വലിയുടെ പരിഭാഷ വായിക്കുക. അമാനി വലിയുടെ പരിഭാഷ എപ്പോഴും വായിക്കണ്ടേ? തഫ്സീർ നോക്കുന്നില്ല.
അപ്പൊ ആകെ ഈ പരിഭാഷ ഈ ലേഖനം അൽമനാറും തന്നെയല്ലേ ഇവിടെ കയ്യിലുള്ളത്. എന്നിട്ട് പറയട്ടെ. അതായത് ശിർക്കല്ലാത്തൊരു കാര്യം ഒരാൾ ശിർക്കാക്കി, ഒരു നേതാവ്, എന്നിട്ട് അയാളെ കുറെ ആൾ പിന്തുടർന്നു, അത് ശിർക്കാന്ന് വിശ്വസിച്ചു. അവരത് പ്രചരിപ്പിച്ചാൽ ആ പ്രചരിപ്പിക്കുന്നവർ മുശ്രിക്കാവും. കാരണം അള്ളാന്റെ ഹുക്കുമിൽ പങ്കുചേർക്കാൻ ആ വിശ്വാസത്തോടെ ചെയ്താൽ, അത് പഠിപ്പിച്ചു കൊടുത്തിട്ടും ചെയ്താൽ. അപ്പൊ നമ്മളല്ലോ മുശ്രിക്കായത്, സ്വയം ആയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മളല്ല, മറ്റൊരു സ്വയം ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും മുശ്രിക്കായിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദുരന്തമാണിത്. എന്നിട്ട് എവിടെ എത്തിയെന്നറിയോ സഹോദരന്മാരെ? മുജാഹിദിന്റെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? എങ്ങനെ മുശ്രിക്കാക്കുന്നത്? അതും കൂടി ഞാൻ കേൾപ്പിച്ചത്. സക്കരിയ സലാഹി എന്നെ പറയുന്നു, ഇപ്പൊ സുന്നികൾക്ക് എതിരിൽ ഓതുന്ന ആയത്തുകള് ഞമ്മക്കെതിരിൽ ഓതിയിട്ട് ഇങ്ങനെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. മമ്പുറത്തെ തങ്ങളെ വിളിക്കുന്നത് ശിർക്കാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുജാഹിദ് ദുർവ്യാഖ്യാനിച്ചിരുന്ന ആയത്തുകളാ. ഈ ആയത്ത് ആർക്കെതിരാ ഓതുന്നത്? മുജാഹിദുകൾക്കെതിരിൽ. എന്താ രസം! മുജാഹിദുകൾ തന്നെ ആയത്ത് ഓതിയിട്ട്, ശിർക്കിന്റെ ആയത്തുകൾ ഓതിയിട്ട് അവര് മുജാഹിദുകൾക്ക് ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? കേട്ടോളൂ നിങ്ങള്. സക്കരിയ സലാഹി പറയട്ടെ. തൗഹീദിന്റെ ആയത്ത് ഓതിയിട്ട് മുജാഹിദുകൾക്ക് വയൽ പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായും ആളുകൾ വിചാരിക്കും നമ്മൾ ശിർക്കിലേക്ക് എത്തിപ്പോയി കേട്ടോ. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. പഠിച്ചു വെച്ചോ. എന്താ ഈ പറയണത്? അപ്പൊ ആദ്യം തന്നെ മുജാഹിദുകളിൽ ഒരു വിഭാഗം പച്ചയായ ശിർക്കിലേക്ക് ഖുറാഫാത്തിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് പറയാ. എന്നിട്ട് ഖുറാഫികൾക്കെതിരെ ആയത്തൊക്കെ അങ്ങോട്ട് ഓതുക. ഇതാപ്പോ മുജാഹിദ് പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കണേ. ഈ ആയത്തൊക്കെ ഇങ്ങനെ ഓതുക, റബ്ബി ഓതുക, ഇയ്യാക നഅ്ബുദു ഓതുക. ഇതാ ഇവരുടെ അവസ്ഥ. അങ്ങനെ മുശ്രിക്കും കാഫിറുമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അനുയായികൾ പറയാണത്രേ, മുജാഹിദിന്റെ അനുയായികൾ പറയുന്നത് എന്താണെന്നറിയോ? മുജാഹിദ് മൗലവിമാർക്കാർക്കും ഇപ്പോ പരലോകത്തിൽ വിശ്വാസമില്ല. പടച്ചോനെ, നമ്മൾ പണ്ടേ പറഞ്ഞതാണ് ഇവരുടെ പ്രവർത്തനം കാണുമ്പോൾ അത് ശരിയല്ല, ഇവർക്ക് ഇതിലൊന്നും കഥല്ല, ഇവര് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഇവരുടെ അനുയായികൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ മൗലവിമാർക്കാർക്കും പരലോകത്തിൽ വിശ്വാസമില്ല. കേട്ടോളൂ, മുജാഹിദ് തന്നെ പറയട്ടെ. മൊത്തത്തിൽ ആളുകൾ ഇപ്പൊ പറയുന്നത് മൗലവിമാർക്ക് ആർക്കും പരലോകത്തിൽ വിശ്വാസമല്ല, എന്നാ പിന്നെ ഞങ്ങളൊക്കെയാ നല്ലത്. ഇത് കേൾക്കുമ്പോ എന്തൊരു വിഷമുണ്ട് എന്നറിയോ? ഭയങ്കര വിഷമല്ലേ? ഭയങ്കര വിഷമാണ് ഇവർക്ക് ഇത് കേൾക്കുമ്പോ. ഇവർക്കാർക്കും പരലോകത്തിൽ വിശ്വാസമില്ല. അപ്പൊ എന്താ കാരണം എന്താ അറിയോ സഹോദരന്മാരെ? ഖുർആനും സുന്നത്തിന്റെ പേര് പറഞ്ഞ് സാധു ജനങ്ങൾക്ക് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന ദുർവ്യാഖ്യാനം അത് മതമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് ഖുർആൻ അനുസരിച്ച് പറയാൻ കഴിയോ? ഹദീസ് കണ്ടാ ഓതാൻ പറ്റുമോ? പറ്റൂല എന്നാ സക്കരിയ പറയുന്നത്. എന്ത് വേണം?